കോഴിക്കോട് ഒരു നിപ്പ കേസ് കൺഫേം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ടതില്ല, പക്ഷെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് നിപ്പ വൈറസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2018 നമുക്ക് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് ബാധയുണ്ടായിട്ടുള്ളത്. അന്ന് വലിയ ഭയമായിരുന്നു. കാരണം ഇതിനൊരു പ്രോട്ടോകോൾ ഇല്ല, കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇല്ല. മാത്രമല്ല അത് വന്ന് ആദ്യത്തെ ആളിൽ നിന്ന് അത് നിപ്പയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറേ പേർക്ക് പകർന്നിരുന്നു. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇടപെട്ടു. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ആ പകർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകളുടെ കോൺടാക്ട് ലിസ്റ്റ് ശേഖരിച്ചുകൊണ്ട് അവരെല്ലാം ഐസൊലേറ്റ് ചെയ്തു. ചെങ്ങരോത്ത് ഗ്രാമം, നിപ്പ വന്ന ഗ്രാമം നമ്മൾ പൂർണ്ണമായിട്ടും അടയ്ക്കുകയും അവിടെയുള്ള ആളുകൾക്ക് എല്ലാ ജീവിതത്തിന് ആവശ്യമായ സാധന സാമഗ്രികളും എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം ചേർന്നുള്ള സ്തുത്യർഹമായൊരു പ്രവർത്തനമാണെന്ന് കാഴ്ചവെച്ചത്. മാധ്യമങ്ങളും നല്ല രീതിയിൽ സഹായിച്ചു. മോശമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വാർത്തകളൊന്നും വരാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു. നമ്മൾ അന്ന് നിപ്പ നേരിടുന്നതിനാവശ്യമായിട്ടുള്ള പ്രോട്ടോക്കോളും SOPയും അന്ന് രൂപീകരിക്കുകയുണ്ടായി. അത് ഉപയോഗിച്ചിട്ടാണ്. അന്ന് നമ്മുടെ മുന്നിൽ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടായിരുന്നില്ല. ലോകത്തിൽ എബോള വൈറസ് വന്നപ്പോൾ സ്വീകരിക്കുന്ന പ്രോട്ടോക്കോളിൻ്റെ സാധ്യത പരിശോധിച്ചുകൊണ്ട് നമ്മൾ രൂപപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഈ പരിശോധനയും ഐസൊലേഷനും ക്വാറന്റൈനും ഒക്കെ നിശ്ചയിച്ചത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു രീതിയുണ്ട്. അപ്പോൾ അതിനുശേഷം 3 തവണ വീണ്ടും കേരളത്തിൽ നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കേസ് എന്നുള്ള നിലയിൽ വരുമ്പോൾ തന്നെ നമുക്കത് ഇടപെടാനും രോഗിയെ രക്ഷിക്കാനും കൂടുതൽ ആളുകളിലേക്ക് പകരാതെ ശ്രദ്ധിക്കാനും കഴിഞ്ഞു. കാരണം നമ്മുടെ ഹെൽത്ത് സിസ്റ്റം സജ്ജമാണ് അതിന്. അതുകൊണ്ട് നേരത്തെ ഉണ്ടായിട്ടുള്ള ആ സമയത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ നിപ്പയെ പ്രതിരോധിക്കാൻ വേണ്ടി നന്നായിട്ട് ഇടപെട്ടു. ആരോഗ്യവകുപ്പ് അതിൻ്റെ ഭാഗമായിട്ട് പ്രതിരോധിക്കാനും നമുക്ക് സാധിച്ചു. ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ അന്നത്തെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ പേഷ്യൻറ്റിൻ്റെ കോൺടാക്ട് ലിസ്റ്റ് ട്രേസ് ചെയ്യണം, അവരെ ആകെ നല്ല പരിശോധനയിൽ കൊണ്ടുവരണം, കൂടുതൽ ആളുകൾക്ക് പകരാതെ അത് നോക്കാനും പേഷ്യൻറ്റിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ. ഇപ്പോൾ ഈ വൈറസ് ബാധക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് അസുഖം സുഖപ്പെടാനുള്ള മരുന്ന് ഇല്ല എന്ന് തന്നെ പറയാം. പല വൈറസിനും അങ്ങനെ തന്നെയാണ്. പക്ഷേ റിബാവറിൻ പോലുള്ള മരുന്നുകളാണ് നമ്മളന്ന് പ്രയോഗിച്ചത്. അന്നൊരു മോണോക്ലോണൽ ആൻറ്റിബോഡി അത് ഓസ്ട്രേലിയയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അത് കേരളത്തിൽ എത്തിച്ചിരുന്നു, വിമാനമാർഗം എത്തിച്ചിരുന്നു. അന്ന് നമുക്കത് കൂടുതൽ പ്രയോഗിക്കേണ്ടി വന്നില്ല. ICMR അത് സ്റ്റോക്ക് ചെയ്യുകയാണ് നമ്മൾ അന്ന് ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ കൂടുതലായിട്ടൊന്ന് ഉപയോഗിച്ചത് റിബാവറിൻ പോലുള്ള ആൻറ്റി വൈറലുകളായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ആശങ്കപ്പെടാതെ, എന്നാൽ ഒട്ടും കൃത്യവിലോപം കാണിക്കാതെ നമുക്ക് ഇതിൻ്റെ ഈ പേഷ്യൻറ്റിൻ്റെ കോൺടാക്ട് ലിസ്റ്റൊക്കെ ട്രേസ് ചെയ്തുകൊണ്ട് നേരിടാൻ സാധിക്കണം. അതിന് സാധിക്കുമെന്നാണ് കരുതുന്നത്. ടീച്ചർ, ആ സമയത്ത് ഇന്നത്തെ ആരോഗ്യമന്ത്രിയായ KM മുരളീധരൻ നടത്തിയ ഒരു പ്രസ്താവന, ഒരു പൊതുപരിപാടിയിൽ വെച്ചാണ് ആ രീതിയിലുണ്ടായ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. അന്നത്തെ സർക്കാരിനെയും ആരോഗ്യമന്ത്രിയും അടക്കം അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലൊരു പ്രയോഗമായിരുന്നു ഉണ്ടായത്. നാട് മുടിയും എന്നുള്ള പരാമർശിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും അതേ ആൾ തന്നെ ആരോഗ്യമന്ത്രി ആകുമ്പോഴാണ് വീണ്ടും ഒരു നിപ്പ രോഗബാധ ഉണ്ടാകുന്നത്. അതില് നമ്മളൊക്കെ വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് പ്രശ്നങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട്, ഇപ്പം നിപ്പയും കോവിഡും ഒന്നും വരുന്നത് ഏത് ഗവൺമെന്റാണ് ഭരിക്കുന്നതെന്നൊന്നും നോക്കിയിട്ടല്ല. അതൊക്കെ ഈ സമൂഹത്തിലുണ്ട്. വൈറസൊക്കെ ചില പ്രത്യേക സാഹചര്യത്തിൽ അവയുടെ ആധിക്യം ഉണ്ടാവുകയും അത് മനുഷ്യരിലേക്ക് പകരുകയും മരണകാരണമാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ കക്ഷിരാഷ്ട്രീയ ഭേദമൊന്നും നോക്കാതെ കൂട്ടായി അതിനെ നമ്മൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നോക്കുക എന്ന രീതിയിൽ ഇടപെടുകയാണ് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഭരിക്കുന്നവര് പ്രശ്നക്കാരായതുകൊണ്ടാണ് ഇപ്പൊ വന്നത് എന്നാണ് അന്ന് മുരളീധരൻ. അതെ അതെ, ഉമ്മൻചാണ്ടിയും കർണാടക മുഖ്യമന്ത്രിയായിട്ട് ഈ ഒരു രോഗം ഉണ്ടായിട്ടില്ല. എറണാകുളം നാട് ഭരിക്കുമ്പോൾ ഈ ഒരു രോഗം. അതെ, അത് നിങ്ങൾ മീഡിയ ഇതൊക്കെ ഓർമ്മിച്ചു വെക്കുന്നത് നല്ലത്. ഞാനതൊന്നും ഇപ്പൊ ഓർമ്മിച്ചിട്ടില്ല. കാരണം അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ ഏതായാലും അതുപോലെ പറയാൻ തയ്യാറാവുന്നില്ല. ഭരണമൊന്നും നോക്കിയിട്ടല്ല പകർച്ചവ്യാധികൾ വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പകർച്ചവ്യാധികളെ നേരിടാൻ ഇടപെടേണ്ടത് ഭരണക്കാരാണ്. അതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മളെ ജനം കുറ്റപ്പെടുത്തും. അന്ന് നമ്മൾ നിപ്പ വൈറസിനെ കണ്ടെയ്ൻ ചെയ്യാൻ ഇടപെട്ട രീതി ലോകം മുഴുവൻ പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചിലർ പരിഹസിച്ചെങ്കിലും അമേരിക്കയിലെ ബാൾട്ടിമോർ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുഖ്യമന്ത്രിയോടൊപ്പം എന്നെയും വിളിച്ചിരുന്നു. അവിടെ നിന്നൊരു ഫലകം ഞങ്ങൾക്ക് തന്നപ്പോൾ ഈ കുപ്പി കഷ്ണം വാങ്ങാനാണോ അവിടെ പോയെന്നൊക്കെ ചോദിച്ചിരുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ്. പക്ഷെ അവിടെ റോബർട്ട് ഗാലോ അടക്കമുള്ള ശാസ്ത്രജ്ഞന്മാർ
ഇരുന്നു കൊണ്ടാണ് ചർച്ച നടത്തിയത്. നിങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിച്ചത് എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ അവരോട് സംസാരിച്ചു. മുഖ്യമന്ത്രി എന്നോടാണ് ആവശ്യപ്പെട്ടത്, ആരോഗ്യമന്ത്രി അത് വിശദീകരിക്കാൻ. അങ്ങനെ ഞാൻ വിശദീകരിച്ചപ്പോൾ ആ ശാസ്ത്രജ്ഞന്മാർ നമ്മളെ അഭിനന്ദിച്ചു. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ എന്നാണ് അവർ ചോദിച്ചത്, ടു കണ്ടെയ്ൻ ദി സച്ച് കൈൻഡ് ഓഫ് എ വൈറസ് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഒരു ചെറിയ സമയത്തിനുള്ളിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ, അതും ഇത്രയും തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ എങ്ങനെ സാധിച്ചു എന്നുള്ളത് അവർ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്, ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും എല്ലാം കൃത്യമായിട്ടുള്ള ഇടപെടലാണ്, ജനങ്ങളുടെ സഹകരണമാണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞു. അതുതന്നെയാണ് ശരിയും. അപ്പോൾ അതാണ്, നമ്മൾ പരാജയപ്പെടരുത്, ഇതിനെയെല്ലാം നിയന്ത്രിക്കാൻ എന്നുള്ളതാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. ഈ ആ സമയത്ത് ഒരു ചെറിയൊരു കാര്യം കൂടി സാന്ദർഭികമായി, ഈ അവസാന ഘട്ടത്തിൽ വന്ന സമയത്ത് നമ്മളിവിടെ തിരിച്ചറിയുകയും നമുക്കിപ്പോൾ പരിശോധിക്കാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ തിരിച്ചറിയുകയും പിന്നീട് സാമ്പിള് പൂനെയിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. ഈ അവസാന ഘട്ടത്തിലൊക്കെ പറഞ്ഞ ഇവിടെ സംവിധാനം ഒരുക്കി എന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാണ് പൂനെയിലേക്ക് അയക്കുന്നത്? ഇപ്പോഴും അയച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴെങ്കിലും അവർക്കൊരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണെന്ന് തിരിച്ചറിയുമായിരിക്കും അല്ലെ? അത് അന്ന് പൂനെയിൽ അയച്ചതിനെ കുറിച്ച് അത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രോട്ടോകോളാണ്, അവരുടെ ഒരു രീതിയാണ്. കാരണം നമ്മളിവിടെ നമുക്കിപ്പോ ഇവിടെ ഈ ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ലാബുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ പരിശോധിച്ചാലും കൺഫേം ചെയ്യണമെങ്കിൽ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയക്കണം എന്നുള്ളതാണ് നിബന്ധന ഉണ്ടായിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ തവണ നല്ല ലാബായിരുന്നു മംഗലാപുരത്തെ ലാബ്, അവിടെയുള്ള വൈറോളജിസ്റ്റുകളൊക്കെ നല്ല സമർത്ഥരായിരുന്നു. അവിടുന്ന് മനസ്സിലായിട്ടും എനിക്കന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല, പിറ്റേന്നാണ് പ്രഖ്യാപിച്ചത്. നിങ്ങൾ മീഡിയക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കടുപ്പപ്പെട്ട ഒരു വൈറസാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ എന്താണെന്നുള്ളത് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസൾട്ട് വന്നിട്ടേ പറയുന്നു. അതൊരു രീതിയാണ്, അതിൻ്റെ ഒരു ഗവൺമെന്റിന്റെ ഒരു സംവിധാനമാണ്. അപ്പൊ ഇവിടെ അതൊന്നും ഇല്ലാഞ്ഞിട്ടാണ് ഇവിടെ പ്രഖ്യാപിക്കാത്തത്, അങ്ങനെയൊന്നും കളിയാക്കരുത്. കാരണം നമ്മളൊരു കടുത്ത സാഹചര്യത്തെ നേരിടുമ്പം നമ്മുടെ വീഴ്ചയായിട്ട് എന്താ പറയുക? ഇതെല്ലാം അറിഞ്ഞിട്ടും നിഷ്ക്രിയമായിട്ട് നിന്നെങ്കിൽ നമ്മുടെ വീഴ്ചയാണ്. നമ്മൾ നടത്തിയ ഇടപെടലുകൾ അത് അംഗീകരിക്കണ്ടേ? അത് ലോകം അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു. അതെ, എന്നെ ഒരുപാട് കളിയാക്കി, നിപ്പ റാണി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിരുന്നു. പക്ഷെ ഞാനതൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം അന്ന് നല്ലൊരു ടീം വർക്ക് ഉണ്ടാക്കാനും അന്ന് നമ്മളുണ്ടാക്കിയ പ്രോട്ടോകോൾ, അതിന്റെ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതൊക്കെയാണ് ഇന്നും നമ്മൾ ആശ്രയിക്കുന്നത്. അത് അറിവുള്ള എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്, അത് ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ അംഗീകാരത്തിന് വേണ്ടിയല്ല ചെയ്തത്, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ കർത്തവ്യം നിർവഹിച്ചതാണ്. പക്ഷെ അന്ന് എല്ലാവരും അംഗീകരിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നത് ഇതിൽ കക്ഷിരാഷ്ട്രീയ ഭേദമൊന്നും നോക്കാതെ കൂടുതൽ ആളുകളിലേക്ക് പകരാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഏതൊരു മീഡിയയിൽ ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നു, റിബാവറിൻ ഇല്ല ക്ഷാമം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത ചെറുതായിട്ടൊന്ന് ഞാൻ കണ്ടു, അത് ഇങ്ങനെ കൊടുത്തു. ആന്റിവൈറലിന്റെ ക്ഷാമം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം, അത് കൊടുക്കാനും സ്റ്റോക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ ഉള്ളൂ, നമുക്കൊരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടാവണം ഈ കാര്യത്തിൽ. എന്ന് വെച്ചാൽ നമ്മൾ മുൻകൂട്ടി കൂടുതൽ ആളുകൾക്ക് വന്നേക്കാൻ ഇടയുണ്ട്, വരാതിരിക്കട്ടെ. പക്ഷെ നമ്മളെപ്പോഴും കാണേണ്ടത് എന്താ? വരാൻ ഇടയുണ്ട്, അപ്പോൾ അതിനു വേണ്ട പ്രിക്കോഷൻ കരുതണം, മുൻകരുതൽ ഉണ്ടാവണം. അങ്ങനെ കരുതിയാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ആര് ഭരിക്കുന്നു നോക്കാതെ അന്നത്തെ ഒരു അനുഭവ സമ്പത്തിൽ നിന്ന് ആവശ്യമായ സഹായവും നിർദ്ദേശവും ആവശ്യമാണെങ്കിൽ നൽകും. അതെ, ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും ഒരുപോലെ നല്ല കഴിവുള്ളവരൊക്കെയാണ്. നമ്മുടെ ഉപദേശവും നിർദ്ദേശവും ഒന്നും വേണ്ട. കാരണം ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉദ്യോഗസ്ഥന്മാരൊക്കെ സജ്ജരാണല്ലോ. അതുകൊണ്ട് ഇപ്പൊ മുൻ മന്ത്രിയോട് ചോദിക്കണമെന്നൊന്നും പറയേണ്ട കാര്യമില്ല, അവർ സജ്ജരാണ് ഉദ്യോഗസ്ഥര്. അവരെ കൃത്യമായിട്ട് നയിച്ചാൽ, അവരെ കൃത്യമായിട്ട് ഒരുക്കത്തിന് സൗകര്യപ്പെടുത്തി കൊടുത്താൽ, അവരുടെ കൂടെ നിന്നാൽ ഉറപ്പായിട്ടും നമ്മുടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാര്, ആരോഗ്യ വകുപ്പ് അതിന് സജ്ജമാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അങ്ങനെ അതിനെ നേരിടണം. ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം നടക്കുകയാണ്. ഇന്ന് ഡിവൈഎഫ്ഐയുടെ അടുത്ത നേതൃത്വം അതിലൊരു ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസ് വലിയ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു, അവിടെ തെരഞ്ഞുപിടിച്ച് ഡിവൈഎഫ്ഐ നേതാക്കളെ ഒക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ഏതെങ്കിലും പൊളിറ്റിക്കൽ മൂവായിട്ട് അതിനെ ഇപ്പോൾ ഈ പുനരന്വേഷണത്തെ കാണുന്നുണ്ടോ? ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ശത്രുതാപരമായിട്ടുള്ള ആക്രമണമായിട്ടല്ല. അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാം, പല തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള ഫേക്ക് ഐഡിയിൽ നിന്ന് വ്യക്തിഹത്യ നടത്തുന്ന, അപ്പൊ എനിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ വടകര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വന്നിരുന്നു. അപ്പൊ അതിലൊന്നാണ് ഈ കാഫിർ പ്രശ്നവും. അപ്പൊ അത് മാത്രമായിട്ട് ആരാണ് എന്നുള്ളത് അന്വേഷിക്കില്ല, അത് അന്വേഷിക്കട്ടെ, ഞാൻ ഒന്നിന്റെയും അന്വേഷണത്തിന് തടസ്സമല്ല. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിരുത്സാഹപ്പെടുത്തണം, നമുക്ക് സാധിക്കണം. എന്നാൽ അങ്ങനെയുള്ള പലതും വന്നിട്ടും അതിലൊന്നും പ്രതികരിച്ചില്ലല്ലോ. എന്തെല്ലാം മോശമായിട്ട് നമ്മുടെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ, ഒരു വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ വന്നു. സൈബർ മേഖലയിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാവരുത്. അതിനെ കൃത്യമായിട്ട് ആർക്കെതിരെ വന്നാലും അന്വേഷിക്കാനുള്ള മാനസികാവസ്ഥയാണ് കാണിക്കേണ്ടത്.
അതേ ഈ കാഫിർ അന്വേഷണം നടക്കട്ടെ. പക്ഷെ അതിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ വൈരാഗ്യത്തോടു കൂടി എന്നാൽ ഇപ്പോൾ ഉപദ്രവിച്ച് കളയാം എന്ന രീതിയിൽ ഒരു അതിക്രമം നടത്തുന്നത് ശരിയല്ല. അന്വേഷണം കൃത്യമായി ശാസ്ത്രീയമായിട്ട് നടക്കട്ടെ. മറ്റൊരു വിഷയം കൂടെ, മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കണ്ണൂരിൽ വെച്ച് ആക്രമിച്ചു എന്നതിൽ വധശ്രമം ഉൾപ്പെടെ കേസ് നേരത്തെ എടുത്തിരുന്നു. അതിൽ ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിൽ വധശ്രമം ഒഴിവാക്കിയാണ് കുറ്റപത്രം നൽകിയത്. അതായത് നേരത്തെ KSUവും UDF ഒക്കെ ആരോപിച്ചതുപോലെ അത്തരത്തിലൊരു ആക്രമണം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ ശരിവെക്കുകയാണോ? അങ്ങനെ കുറ്റപത്രം നൽകിയിട്ടുണ്ട്. കുറ്റപത്രത്തിലെ വിശദാംശം എനിക്കറിയില്ല. പക്ഷേ അവിടെ ഒരു വലിയ അസ്വസ്ഥത ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു മിനിസ്റ്ററാണ്, അപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനാണ്, ഒരുപാട് ആളുകളുള്ള സ്ഥലമാണ്. അവിടെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് ശരിയായിട്ടില്ല. എന്നാൽ ഈ ആക്രമണം ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചെന്നോ അല്ലെങ്കിൽ വേറൊരു രീതിയിലാണോ എന്നുള്ളത് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ പോലീസ് അന്വേഷിച്ചിട്ട് കുറ്റപത്രത്തിൽ എന്തായുള്ളത് നിങ്ങളിപ്പം പറഞ്ഞ രീതിയേ ഉള്ളൂ, എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. പക്ഷെ അവിടെ മന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കയറാൻ വരുമ്പോൾ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ അന്നേ പറഞ്ഞിട്ടുള്ളത്. ബാക്കി കുറ്റപത്രം എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിയമ നടപടികൾ വരട്ടെ. ഈ ശബരിമല വിഷയമടക്കം തിരിച്ചടി ഉണ്ടാക്കി വെള്ളാപ്പള്ളിയെ ശക്തമായ രീതിയിൽ വിമർശിക്കാൻ കഴിഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല ഈ പയ്യന്നൂരും തളിപ്പറമ്പും സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറയുന്നു. ഇപ്പോൾ ടീച്ചർ മട്ടന്നൂരായിരുന്നു നേരത്തെ മത്സരിച്ച ടീച്ചറെ പേരാവൂരിലേക്ക് മാറ്റി. ഇപ്പോൾ പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ ശരിയായ നിലയിലൊക്കെ വിലയിരുത്തലേക്ക് വന്നുകൊണ്ട് കരുതുന്നുണ്ട്. നേരത്തെ ഇതിലെന്താന്ന് വെച്ചാല് ഒരു പരാജയം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് കിട്ടേണ്ടുന്ന ഇടതുപക്ഷത്തിന് കിട്ടേണ്ടുന്ന വോട്ടുകൾ വഴിമാറി, ഇത് പരിശോധിക്കാൻ സ്വാഭാവികമാണ്. ഏതെങ്കിലും ഒരു കാരണത്തിന്റെ ഭാഗമായിട്ടല്ല. ഞങ്ങളുടെ വിലയിരുത്തൽ ഇടതുപക്ഷത്തിന്റെ ആശയം ഏറ്റവും ശരിയാണ്. ഇടതുപക്ഷ ഗവൺമെന്റ് 10 വർഷക്കാലം ഭരിച്ചപ്പോൾ അഭൂതപൂർവമായ മാറ്റം കേരളത്തിനുണ്ടായി. ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തി. എന്നിട്ടും എന്തുകൊണ്ട് നമുക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഞങ്ങൾ അതിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു കൺക്ലൂഷനിലേക്ക് നമുക്കിനി എത്തേണ്ടതായിട്ടാണുള്ളത്. എന്നാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം പുറത്ത് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ ആ ചർച്ച നടത്തുകയാണ്. അതിപ്പം വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ള കാര്യമായാലും അതുപോലുള്ള മറ്റ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യമായാലും എല്ലാം പാർട്ടിക്കകത്ത് അതിന്റെ ചർച്ച നടക്കുന്നുണ്ട്. എന്തെങ്കിലും അപാകത ഇതിലേതെങ്കിലും കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപാകതയായിരുന്നു എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് അതിനെ തിരുത്താൻ പാർട്ടി തയ്യാറാകും എന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഈ എന്തെങ്കിലും നുണപ്രചരണങ്ങളുടെ ഭാഗമായിട്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ നുണപ്രചരണത്തെ തുറന്നു കാട്ടി പാർട്ടിയോടുള്ള വിശ്വാസം വീണ്ടും ബലപ്പെടുത്തുന്നതിനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അല്ല, അതിന്റെ വ്യക്തമായിട്ടുള്ള കാരണം പറഞ്ഞിരുന്നു. കാരണം 2 ടേം തുടർച്ചയായി മത്സരിച്ചവര് ഉറച്ച മണ്ഡലത്തിലാണെങ്കിൽ, ആരെ നിർത്തിയാലും ജയിക്കുന്ന മണ്ഡലത്തിലാണെങ്കിൽ മത്സരിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. എന്റെ കാര്യത്തിൽ അത് ശരിയാണ്. ഞാൻ മട്ടന്നൂരല്ലേ മത്സരിച്ചിരുന്നത്. പക്ഷേ പാനലിൽ ഞാനും കൂടി ഉൾപ്പെടണമെന്നും അതിന്റെ ഭാഗമായി പേരാവൂർ മണ്ഡലം ഒരു പക്ഷേ ശക്തമായൊരു മത്സരത്തിലൂടെ പിടിച്ചെടുക്കാൻ സാധിക്കുമോ എന്നാണ് പാർട്ടി പരിശോധിച്ചത്. അതുകൊണ്ട് എന്നോട് പേരാവൂർ മത്സരിക്കാനാണ് പാർട്ടി ആവശ്യപ്പെട്ടത്. ഞങ്ങളുടെ പാർട്ടി സംവിധാനം അനുസരിച്ച് പാർട്ടി കൂട്ടായിട്ടൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനം ഞങ്ങളെല്ലാം അംഗീകരിക്കുകയാണ് പതിവ്. അങ്ങനെയാണ് പേരാവൂരേക്ക് ഞാൻ പോകാനിടയായിട്ടുള്ളത്. ഈ പയ്യന്നൂരിലും തളിപ്പറമ്പിലൊക്കെ പരാജയ കാരണത്തിനപ്പുറത്തേക്ക് സംഘടനാ വിഷയങ്ങളുണ്ടല്ലോ. അപ്പൊ അതിൽ ഒരു സംഘടനാ നടപടിയിലേക്ക് ഉടൻ പോകേണ്ടതില്ല എന്നതാണോ CPM? അങ്ങനെ ഒന്നും ഒരു തീരുമാനമല്ല. പോകണമെന്നോ പോകേണ്ടതില്ല. തെരഞ്ഞെടുപ്പ് സാധാരണ എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുമ്പോൾ പാർട്ടി സംഘടനയുടെ ശേഷിയെക്കുറിച്ചും പരിശോധിക്കാറുണ്ട്. ഇപ്പൊ ചിലയിടത്ത് പാർട്ടി ആഗ്രഹിക്കുന്ന രീതിയിൽ ശക്തമായ സംഘടനാ സംവിധാനവും പ്രവർത്തനവും ഉണ്ട്. ചിലയിടത്ത് നമ്മൾ എത്ര പരിശ്രമിച്ചാലും അതിനൊരു ദുർബലത വരാറുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ നടത്തുമ്പോൾ സംഘടനാപരമായിട്ട് എവിടെയെങ്കിലും പ്രശ്നങ്ങളോ വീക്ക്നെസ്, അതിന്റെ പോരായ്മ, ശക്തിക്കുറവോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് റിവ്യൂവിന്റെ ഭാഗമായിട്ട് നടത്തുക. ആ കൂട്ടത്തിൽ തന്നെയാണ് ഈ പയ്യന്നൂർ തളിപ്പറമ്പ് വിഷയങ്ങളെല്ലാം കാണുന്നത്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച പറ്റിയെന്ന് ജില്ലാ കമ്മിറ്റി തന്നെ സമ്മതിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം ഇതില് പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകൾ മാധ്യമങ്ങൾ നിങ്ങൾ ഒരുപാട് കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങൾ ശരിയായിരിക്കും, ചിലപ്പോൾ ഇത് സത്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളായിരിക്കും. ഞങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് പാർട്ടി കമ്മിറ്റിക്കകത്ത് ഇങ്ങനെ ചർച്ച നടന്നു എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ വിവിധ ഘടകങ്ങളിലെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം അതിന്റെ ഒരു ഫൈൻഡിങ്സ് ഉണ്ടാവും. അത് തിരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന കാര്യത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു എന്ന് ഇപ്പൊ പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഓക്കെ.